ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന അർത്തുങ്കൽ ബീച്ചിലാണ്, അവിടുത്തെ ഹാർബറിലാണ്. ഇതേ ആ കാണുന്ന ഡെസ്റ്റിനേഷനിൽ നമുക്ക് എത്താം, ഹാർബറിൻ്റെ അങ്ങേയറ്റത്തും. അപ്പോൾ എൻ്റെ കസിൻ അവിടെ വരെ എത്തി, പക്ഷേ എനിക്ക് പോകാനായിട്ട് ഇച്ചിരി പേടി. അപ്പോൾ ഞാനിങ്ങനെ പതിയെ നിന്നും ഒക്കെയാണ് പോകുന്നത്. ഈ ബീച്ചിൽ ഈ കല്ലയിൽ കല്ലുമ്മക്കായ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് ഒരു കല്ലുമ്മക്കായ ഇവിടെ കണ്ടില്ല. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഞണ്ടിനെയൊക്കെ കല്ലെറിഞ്ഞ് അതുങ്ങളെയൊക്കെ ഓടിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടലിനെയൊക്കെ നോക്കി പതിയെ അങ്ങ് നടക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ നടന്ന് നീങ്ങും തോറും കടൽ ചെറുതായിട്ട് ആഞ്ഞടിക്കുന്ന പോലത്തെ ഒരു ഫീല്. പിന്നെ പതിയെ അങ്ങ് നടക്കാം, അവളവിടെ നിൽപ്പുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ പതിയെ നടക്കാൻ തീരുമാനിച്ചു. പക്ഷെ നല്ല രസമാണ് കേട്ടോ. അങ്ങേറ്റം വരെ ഇങ്ങനെ ഹാർബർ കിടക്കുക. നമുക്ക് ഇച്ചിരി കൂടെ കടന്നാൽ നമുക്ക് ഡെസ്റ്റിനേഷനിലെത്താം. പിന്നെ ഞാൻ അങ്ങ് നടക്കാമെന്ന് തീരുമാനിച്ചു. പതിയെ വീഡിയോ ഒക്കെ എടുത്ത് സംസാരിച്ചൊക്കെ പോകുമ്പോൾ അറിയില്ലല്ലോ എന്നുള്ളൊരു വിചാരത്തിൽ അങ്ങ് നടക്കുവാണേ. നല്ലൊരു വ്യൂ ആണ്. ഇപ്പോൾ ചൂണ്ടയിടാനുള്ള ചേട്ടന്മാരൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇവളവിടെ നിൽപ്പുണ്ടല്ലോ എന്നുള്ള ഒരാശ്വാസത്തിൽ നമ്മൾ അറ്റം വരെ നടന്നങ്ങ് അറ്റത്ത് എത്തിയപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലായി. അവിടെ ഇട്ടിരുന്ന കല്ലൊക്കെ ചെളിയിൽ പൂണ്ട് പോകുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി പേടിയായി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും കടലൊക്കെ ആഞ്ഞടിക്കാൻ തുടങ്ങി. നേര് പറഞ്ഞ് ഇവിടെ എങ്ങും ഞാനൊരു കല്ലുമ്മക്കായ കണ്ടില്ല. ഇതേ ഈ കല്ലയിൽ കുറച്ച് കല്ലുമ്മക്കായ ഉണ്ട്. എന്തായാലും നമ്മൾ ആ കടലിൽ ഇറങ്ങി ആ കല്ലുമ്മക്കായ പറിക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ കല്ലുമ്മക്കായ ഇല്ല. അന്നേ കുറച്ച് വ്യൂസ് ഫോട്ടോ എടുത്തേക്കാം അല്ലെങ്കിൽ വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങിയതാണ്. പക്ഷേ കടൽ കണ്ടപ്പോൾ പിന്നെ എനിക്ക് പേടിയായി. പിന്നെ ഞാൻ പതിയെ ബാക്കിലോട്ട് നടക്കാൻ തുടങ്ങി, വീട്ടിലേക്ക് എത്തണ്ടേ. പക്ഷെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ടിട്ട് നല്ല രസമായിരുന്നു. പിന്നെ തിരിച്ച് നടന്നേക്കാം എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. പക്ഷേ നല്ലൊരു കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ലൊരു കാറ്റാടി, നല്ല തിക്കായിട്ട് നിൽക്കുന്നൊരു കാറ്റാടിത്തോട്ടം കണ്ടു കേട്ടോ. അത് അവിടെ അത്ര കാമൊന്നും ആയിരുന്നില്ല. കാര്യം പിള്ളേരൊക്കെ കലബല കൂട്ടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവന്മാർ കുറച്ച് നേരം സംസാരിച്ച് നിന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.